എല്ലാവർക്കും ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ടൂട്ടാ പഹിയ എന്ന കവിത കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. കവിതയുടെ ആശയം ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, എന്നാൽ എന്നെ വലിച്ചെറിയരുത്. ദുരൂഹമായ ഈ ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സൈന്യത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സാഹസികനായ അഭിമന്യു ഇതിൽ വന്നകപ്പെടുമോ എന്ന് ആർക്കറിയാം. തൻ്റെ പക്ഷത്തെ അസത്യമാണെന്നറിഞ്ഞിട്ട് പോലും വലിയ വലിയ മഹാരഥന്മാർ ആ സ്വരത്തെ ബ്രഹ്മാസ്ത്രങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ അഭിമന്യുവിൻ്റെ കയ്യിലിരുന്ന് ആ ബ്രഹ്മാസ്ത്രങ്ങൾക്കെതിരെ പൊരുതി. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, എന്നെ വലിച്ചെറിയരുത്. ചരിത്രം അസത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സത്യം ചിലപ്പോൾ എന്നെപ്പോലുള്ള പൊട്ടിയ ചക്രങ്ങളുടെ സഹായമായിരിക്കും തേടുക. പേജ് നമ്പർ 21 ശ്രദ്ധിക്കൂ. പഠേം. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे. തൻ്റെ പക്ഷം അസത്യമാണെന്നറിഞ്ഞിട്ട് പോലും വലിയ വലിയ മഹാരഥന്മാർ തനിച്ചുള്ള നിരായുധനായ ശബ്ദത്തെ തൻ്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ചവിട്ടിമെതിക്കാൻ ആഗ്രഹിച്ചാൽ ഇൻ പങ്ക്തിയൊക്കെ ആശയപ്പർ ചർച്ചാക്കരെ, ഈ വരികളുടെ ആശയത്തിൽ നിന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. ഈ വരികളുടെ ആശയം ഇതാണ്. അപ്നെ പക്ഷ കോ അസത്യ ജാനത്തെ ഹുയേ ഭി, തൻ്റെ പക്ഷം അസത്യമാണെന്നറിഞ്ഞിട്ടും ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥന്മാർ മിൽക്കർ, ഒരുമിച്ച് നിരായുധ അഭിമന്യു പർ, നിരായുധനായ ആ അഭിമന്യുവിൽ ആക്രമിക്കുകയാണല്ലോ ചെയ്തത് അല്ലേ. ഉസി പ്രകാർ, അതുപോലെ തന്നെ ആജ് ഭി, ഇന്നും ആം ജനത യാ ഉപേക്ഷിത് മാനവ്, ആം ജനത എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ അതല്ലെങ്കിൽ ഉപേക്ഷിതരായിട്ടുള്ള മാനവ് മനുഷ്യർ അധർമ്മ ഓർ അത്യാചാരവും കോ, അധർമ്മവും അതുപോലെ തന്നെ അത്യാചാരങ്ങളെയൊക്കെ രോക്നേക്ക അധികാർ ഹേ, അവർക്ക് തടയാനുള്ള അധികാരമുണ്ട്. വേ ഭി അധർമ്മിയോ കെ പക്ഷിലേത്തെ ഹേ, അവരിന്ന് എന്താ ചെയ്യണത്, അധർമ്മികളുടെ പക്ഷം കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കവിതയിലൂടെ, ഈ വരികളിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. इन पंक्तियों से चर्चित पौराणिक संदर्भ वर्तमान परिवेश में कहाँ तक प्रासंगिक है. ചോദ്യം ശ്രദ്ധിക്കൂ. തബ് മേ രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ, അപ്പോൾ ഞാൻ രഥത്തിൻ്റെ ആ പൊട്ടിയ ചക്രം, ഉസ്കെ ഹാത്തോമേ, അവൻ്റെ കൈകളിൽ, ബ്രഹ്മാസ്ത്രോസേ ലോഹാലേ സക്താഹും, ബ്രഹ്മാസ്ത്രങ്ങളെപ്പോലും എതിർക്കാൻ കഴിവുള്ളതാണ്. അത്രയും ശക്തിയുണ്ട് എൻ്റെ ഞാൻ ആ ടൂട്ടാ പഹിയ അഭിമന്യുവിൻ്റെ കൈകളിൽ എന്നാണ് അവിടെ പറയുന്നത്. ബ്രഹ്മാസ്ത്രങ്ങളെപ്പോലും എതിർക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഞാനാകുന്ന ആ പൊട്ടിയ ചക്രത്തിന്. ഇൻ പങ്ക്തിയുമേ ചർച്ചിത് പൗരാണിക് സന്ദർഭ്, ഈ വരികളിൽ ചർച്ച ചെയ്യപ്പെട്ട പൗരാണിക സന്ദർഭം വർത്തമാൻ പരിവേഷ്മേ, ഇന്നത്തെ ചുറ്റുപാടിൽ കഹാത്തക് പ്രാസംഗിക് ഹേ, ഇതുവരെ സന്ദർഭോചിതമായതാണ്. ഈ വരികളും ഇന്നത്തെ സന്ദർഭവും വെച്ച്, ഇന്നത്തെ ചുറ്റുപാടും വെച്ചുകൊണ്ട്
ഇത് ഏതുവരെ യോജിക്കുന്നതാണ് എന്നാണ് കവി നമ്മളോട് ചോദിക്കുന്നത്. വർഗ് अपने अधिकारों और शक्ति के ज़रिए आम जनता पर अत्याचार करते समय इससे मुक्ति पाने के लिए उनको मानवीय मूल्यों का सहारा लेना पड़ेगा. അപ്പോൾ ഈ വരികളിൽ ചർച്ച ചെയ്യപ്പെട്ട ഇന്നത്തെ ചുറ്റുപാട് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഈ പ്രകാരത്തിൽ പറയാം. ഭരണവർഗം തൻ്റെ അധികാരവും ശക്തിയും വെച്ച് തന്നെ സാധാരണ ജനങ്ങളിൽ അത്യാചാരം ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി അവർക്ക് തൻ്റെ മാനവീയ മൂല്യങ്ങളെ സഹായം തേടേണ്ടി വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പഠേ ഇതിഹാസോं की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. इन पंक्तियों से कवि क्या बताना चाहते हैं? ചരിത്രങ്ങളുടെ ആ സാമൂഹികമായിട്ടുള്ള ഒഴുക്ക് പെട്ടെന്ന് കളവാണെന്നറിഞ്ഞിട്ടും സത്യം പൊട്ടിയ ചക്രത്തെ ആശ്രയിക്കുമോ എന്ന് ആർക്കറിയാം. ഇൻ പങ്ക്തിയോ മേ കവി ക്യാ ബതാന ചാഹത്തെ ഹെ. ഈ വരികളിൽ നിന്ന് കവി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതിഹാസ് झूठे मार्ग को स्वीकारता है तो सच्चाई मानवीय मूल्यों की सहायता लेती है. इसलिए हमें टूटा पहिया रूपी मानवीय मूल्य की उपेक्षा नहीं करना चाहिए. मुसीबत के अवसर पर अभिमन्यु के लिए टूटा पहिया कैसे उपयोगी बना, उसी प्रकार आम जनता के लिए मानवीय मूल्य काम आएगा. അതിൻ്റെ അർത്ഥം ഇതാണ്. ഇതിഹാസ് झूठे मार्ग को स्वीकारता है. ചരിത്രം അസത്യത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ तो सच्चाई मानवीय मूल्यों की സഹായത लेती है. സത്യം മാനുഷിക മൂല്യങ്ങളെയാണ് സഹായം തേടുന്നത്, ആശ്രയിക്കുന്നത്. इसलिए ഇതുകൊണ്ട് തന്നെ ഹമേ ടൂട്ടാ पहिया രൂപി, നമ്മൾക്ക് പൊട്ടിയ ചക്രം പോലെയുള്ള മാനവീയ മൂല്യക്ക് ഉപേക്ഷ, മാനവീയ മൂല്യങ്ങളെ ഉപേക്ഷ നഹി കർണ ചാഹിയെ, ഉപേക്ഷിക്കാൻ പാടില്ല. മുസീബത്ത് കെ അവസർ പർ, പ്രയാസത്തിൻ്റെ അവസരത്തിൽ അഭിമന്യു കെ ലിയെ ടൂട്ടാ पहिയ, അഭിമന്യുവിന് വേണ്ടി ഈ ടൂട്ടാ पहिയ കേസെ ഉപയോഗി ബന, ഏത് വിധത്തിലാണ് ഉപയോഗമുള്ളതായി തീർന്നത്. ഉസി പ്രകാർ, ആ തരത്തിൽ ആം ജനത കെ ലിയെ മാനവീയ മൂല്യ കാം ആയേഗ, മാനുഷിക മൂല്യങ്ങൾ ആവശ്യമായി വരും. ക്വസ്റ്റ്യൻ നോക്കൂ. कविता के प्रतीकों को चुनकर खंभे में लिखे. वर्तमान परिवेश में प्रतीक किसका प्रतिनिधित्व करता होगा, ये भी लिखे. കവിത കെ പ്രതീകോं को चुनकर, കവിതയിലെ പ്രതീകങ്ങളെ തെരഞ്ഞെടുത്തിട്ട് ഖംഭേ മേ ലിഖേ, കോളത്തിൽ എഴുതാൻ. താഴെ 2 കോളം കണ്ടല്ലോ. വർത്തമാൻ പരിവേഷ് മേ, ഇന്നത്തെ ചുറ്റുപാടിൽ പ്രതീക് കിസ്കാ പ്രതിനിധിത്വ കർത്താ ഹോഗ, ഇതിലെ പ്രതീകങ്ങൾ ആരൊക്കെയാകും പ്രതിനിധാനം ചെയ്യുന്നത്. യഭി ലിഖേം, ഇതും കൂടി എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഒരു സൈഡിൽ പ്രതീകം കൊടുത്തിട്ടുണ്ട്,
അടുത്ത സൈഡിൽ കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ അതും നമ്മൾ എഴുതണം. നോക്കൂ, ആരൊക്കെയാണ് ഈ കവിതയിൽ പ്രതീകങ്ങളായിട്ട് വന്നിട്ടുള്ളത്? ഒന്ന് ടൂട്ടാ പഹിയ തന്നെ. അപ്പോൾ ടൂട്ടാ പഹിയ കിസ്ക പ്രതിനിധിത്വ കർത്താ ഹെ? ഏതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ശോഷിത് കാ ആവാസ്. ശോഷിതോ കാ ആവാസ്, ചൂഷണം ചെയ്യപ്പെട്ടവരുടെ ശബ്ദമായിട്ട്. അസഹായോ കി സഹാര, നിസ്സഹായതരുടെ ആശ്രയമായിട്ട്. അത് മാത്രമല്ല, ലഘുമാനവക്ക, സാധാരണ ജനങ്ങളുടെ മാനവീയ മൂല്യമൊക്ക, ഇതിൻ്റെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ടൂട്ടാ പഹിയ. അടുത്തത് അഭിമന്യു, ഒരു പ്രതീകമാണല്ലോ. അഭിമന്യു എന്ന പ്രതീകം ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഈ കവിതയിൽ? ആം ജനതാക്ക, സാധാരണ ജനങ്ങളെ. അതുപോലെ തന്നെ സാഹസി യുവപീഡിക, ധൈര്യം കാണിക്കുന്ന ഈ യുവ തലമുറയെ, അവരെയൊക്കെ പ്രതിനിധാനം ചെയ്യാൻ അഭിമന്യു എന്ന ഈ പ്രതീകം നമുക്ക് ഈ കവിതയിൽ നിന്നും പറയാവുന്നതാണ്. അടുത്തതായിട്ട് ഇതിൽ മഹാരഥി ലോഗ് വന്നു അല്ലേ? പ്രതീകങ്ങളായിട്ട് മഹാരഥി ലോഗ്, മഹാന്മാരായിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ജനങ്ങൾ. അവരെന്തിനെയാണ് പ്രതിനിധാനം ചെയ്തത്? അസത്യ ഓർ അധർമ്മക, അസത്യവും അതുപോലെ തന്നെ അധർമ്മവും, അതിനെ തന്നെയാണ് അവർ പ്രതിനിധാനം ചെയ്തത്. അടുത്തതായിട്ട് ടൂട്ടാ പഹിയയുടെ ടിപ്പണി എഴുതാനാണ്. ടൂട്ടാ പഹിയ കവിതാ പർ ടിപ്പണി ലിഖേ. കവിതയുടെ ആശയം നോക്കൂ. ധർമ്മവീർ ഭാരതി ജി കാ एक छोटा सा കവിത ഹെ ടൂട്ടാ പഹിയ. ധർമ്മവീർ ഭാരതിയുടെ ഒരു ചെറിയൊരു കവിതയാണ് ടൂട്ടാ പഹിയ. ഉൻകെ കഹന ഹെ കി, അദ്ദേഹത്തിൻ്റെ പറയൽ ഇതാണ്, ടൂട്ടാ ഹുവ പഹിയാബി, പൊട്ടിയ ചക്രവും സന്ദർഭ് ആനെ പർ ഉപയോഗി ഹോ സക്താ ഹെ, സന്ദർഭം വരുമ്പോൾ ഉപയോഗമുള്ളതായി തീരുന്നു. ഇസ്ലിയെ ഉസ്കി ഉപേക്ഷ നഹി കർണി ചാഹിയെ, ഇതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. പൊട്ടിയ ചക്രം സാധാരണവും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരുടെ പ്രതീകമാണ് പൊട്ടിയ ചക്രം. ജിസെ ബേക്കാർ സമജ്കർ ഫേങ്ക് ദിയാ ഗയാ ഹെ, അതിനെ ബേക്കാർ സമജ്കർ, വെറുതെയാണെന്ന്, ഉപയോഗമില്ല, ഉപയോഗശൂന്യമാണെന്ന് പറഞ്ഞ് ഫേങ്ക് ദിയാ ഗയാ ഹെ, ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. യഹ് ഏക് പ്രതീകാത്മക രചന ഹെ, ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള കൃതിയാണ്. അർജുൻ കെ പുത്ര അഭിമന്യുവിനെ, അർജുനൻ്റെ മകൻ അഭിമന്യു, അധർമ്മ കെ പക്ഷമേ ലഡ്നെ വാലെ, അധർമ്മത്തിൻ്റെ ഭാഗത്ത് യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളെ ചുനൗത്തി ദേത്താ ഹുവ ചക്രവ്യൂഹ് മേ പ്രവേശ് കിയ, വെല്ലുവിളിച്ചുകൊണ്ട് ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിച്ചു. ബഡേ ബഡേ മഹാരഥിയോനെ, വലിയ വലിയ മഹാരഥന്മാർ, അപ്നെ പക്ഷക്കോ അസത്യ ജാനത്തെ ഹുവേ ബി, തൻ്റെ ഭാഗം അസത്യമാണെന്ന് അറിഞ്ഞിട്ടും, അസഹായ് ബാലക്, നിസ്സഹായനായ ബാലകനായ അഭിമന്യു കി ആവാസ് കോ, അഭിമന്യുവിൻ്റെ ശബ്ദത്തെ കുചൽ ദേന ചാഹ, ചവിട്ടിമെതിക്കാൻ ആഗ്രഹിച്ചു. ബാലക് അഭിമന്യുവിനെ, ബാലനായ അഭിമന്യു, മഹാരഥിയോ കാ മുക്കാബ്ല കർണേ കെ ലിയെ, മഹാരഥന്മാരെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട്, അവരോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, ടൂട്ടേ ഹുവേ പഹിയാക്ക,
പൊട്ടിയ ചക്രത്തെ സഹാര ലിയ, ആശ്രയിച്ചു. മഹാഭാരത് കെ പ്രസംഗ് കി യാദ് ദിലാത്തെ ഹുए, മഹാഭാരത യുദ്ധത്തിൻ്റെ ആ സന്ദർഭം യാദ് ദിലാത്തെ ഹുए, ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കവി കഹത്തെ ഹേ, കവി പറയുന്നു, ഇസ് പ്രകാർ കി ധാർമ്മിക് ഘടന, ഇത്തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള സംഭവങ്ങൾ ആജ് ബി സംഭവ് ഹെ, ഇന്നും സാധ്യമാണ്, നടക്കുന്നതാണ്. ബദൽത്തി ഹുയി സാമൂഹിക് ഗതി, ഈ മാറിയ ഈ സാമൂഹികമായിട്ടുള്ള ഈ ഒഴുക്ക് അധർമ്മ കി ഓർ ഹോ ജായത്തോ, അധർമ്മത്തിന് നേരെ ആയിട്ടുണ്ടെങ്കിൽ സത്യ കാ പക്ഷ് ടൂട്ടേ പഹിയ കാ ബി സഹാര ലേനെ കെ ലിയെ വിവശ് ഹോ സക്താ ഹെ, സത്യത്തിൻ്റെ പക്ഷം ടൂട്ടാ പഹിയെ പോലും അഭയം പ്രാപിപ്പിക്കാൻ, സഹായം തേടാൻ വിവശനാവുകയാണ്. ഇസ് കവിതാമേ കവി, ഈ കവിതയിൽ കവി ടൂട്ടേ ഹുए पहिए को തുച്ഛ സമജ്കർ ന ഫേക്നെ കാ ആഹ്വാൻ കർത്തേ ഹെ, പൊട്ടിയ ചക്രത്തെ തുച്ഛമാണെന്ന് മനസ്സിലാക്കി വലിച്ചെറിയാതിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. കവി ഇതിലൂടെ ഒരു വസ്തുവിനെയും അതിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാതെ ഉപേക്ഷിക്കരുതെന്ന് ഈ കവിതയിലൂടെ നമ്മളോട് പറയുക.